കാലങ്ങളായി വലിയ ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് കൂട്ടരാണ് ലീഗും സമസ്തയും. ഒരുപക്ഷെ UDFിൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന ആത്മാവായി നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്നത് ലീഗാണ്. ലീഗിന് മലബാർ മേഖലയിൽ കൃത്യമായ പ്രാതിനിധ്യം നൽകുന്ന, കൃത്യമായ വോട്ട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന സമസ്തയാണെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗും സമസ്തയും കാര്യമായ രീതിയിൽ അകന്നു നിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ കാര്യമായി തന്നെ പുറത്തു വരികയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട സൂചനകളും പുറത്തു വന്നു. ഇക്കുറി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ലീഗ് വിജയിക്കില്ല, പകരം LDF വിജയിക്കുമെന്നും KS ഹംസ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാത്രമല്ല പൊന്നാനിയിൽ മത്സരിക്കുന്നത്, പകരം സമസ്തയുടെ കാര്യമായ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്ന വാർത്തകൾ പ്രചരിക്കുന്നു. സമസ്തയും അങ്ങനെയല്ല എന്ന തരത്തിലേക്കുള്ള നിലപാടുകളൊന്നും സ്വീകരിച്ചതുമില്ല. അതോടുകൂടി ലീഗും സമസ്തയും തമ്മിൽ കാര്യമായ ഭിന്നിപ്പുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വലിയ കാര്യമായി പ്രചരിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് KPA മജീദ് ഒരു പ്രശസ്ത മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ ലീഗും സമസ്തയും തമ്മിൽ കാര്യമായ ഭിന്നിപ്പൊന്നുമില്ല എന്നും തങ്ങൾ തമ്മിൽ വലിയ ആത്മബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു എന്നും സമസ്ത എല്ലാ കാലത്തും ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, തങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുണ്ട് എന്ന വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ചിലരുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം ചിലരുടെ പടച്ചുവിടലുകളാണ് എന്നും KPA മജീദ് പറയുന്നു. പാണക്കാട് തങ്ങന്മാരില്ലാതെ സമസ്തയില്ല എന്നത് സമസ്തയ്ക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും എല്ലാ കമ്മിറ്റികളിലും പരിപാടികളിലും സമസ്തയുടെയും ലീഗിന്റെയും നേതാക്കന്മാർ ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയും ലീഗും തമ്മിൽ ഒരു അകൽച്ചയുണ്ട് എന്ന വാദത്തിനും വാർത്തകൾക്കും യാതൊരു പ്രസക്തിയുമില്ല എന്ന തരത്തിലേക്കാണ് KPA മജീദിന്റെ പ്രസ്താവനകൾ. പക്ഷേ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളിൽ അത് അങ്ങനെ ആയിരുന്നില്ല. ദേശാഭിമാനിയുടെ മുഖപത്രത്തിൽ സമസ്തയുടെ കുറിപ്പ് കൂടി വന്നതോടുകൂടി കാര്യം കുറച്ചുകൂടി കാര്യത്തിൽ ചർച്ചാ വിഷയമായി. ലീഗിന്റെ ഏറ്റവും പ്രസക്തമായ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് സമസ്ത. ആ സമസ്ത ലീഗിൽ നിന്ന് അകന്നു നിന്നാൽ സ്വാഭാവികമായും ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടാതെ KS ഹംസ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തിയത് സമസ്തയുടെ താല്പര്യത്തോടു കൂടിയാണ് എന്ന വാർത്തകൾ കൂടി പ്രചരിച്ചപ്പോൾ ലീഗിനും കാര്യമായ ഭയമുണ്ടായി എന്ന് തന്നെ പറയാം. എന്നാൽ KPA മജീദ് പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് സമസ്തയും ലീഗും തമ്മിൽ പണ്ടത്തേതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൃഢമായ ബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് വോട്ട് മറിച്ചു നൽകേണ്ട ഒരു ആവശ്യമേ ഇല്ല. പൊന്നാനിയിൽ ഇക്കുറിയും ലീഗ് തന്നെ വിജയിക്കും, പിൻബലമായി സമസ്തയും ഉണ്ടാകുമെന്ന് സാരം. ഇനി അറിയേണ്ടത് സമസ്തയുടെ നേതാക്കന്മാർ KPA മജീദിന്റെ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. KPA മജീദ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉമർ ഫൈസിയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഒട്ടും ശരിയായില്ല. സർക്കാരിന്റെ ആ നിലപാടിനോട് കൃത്യമായ രീതിയിലുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. കൂടാതെ 2004 ഒരു ഓർമ്മ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. 2004 UDFിന് കാര്യമായ പ്രതിരോധമുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. 2004 തെരഞ്ഞെടുപ്പ് UDFിനും ലീഗിനുമൊക്കെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനല്ല. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ നേതാക്കന്മാർ അടക്കം എല്ലാവരും വിജയിച്ച് 20-20 UDF നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല, അത് ഇടതുപക്ഷത്തിന്റെ മാത്രം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു വെക്കുന്നു KPA മജീദ്. പൗരത്വ വിഷയത്തിൽ ലീഗ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പൗരത്വ നിയമത്തിൽ സമസ്തയും ലീഗും തമ്മിൽ അങ്ങനെ കാര്യമായ അകൽച്ചയൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇവിടെ CPIMന്റെ ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ സമസ്തയും ലീഗും തമ്മിൽ ഒരു അകൽച്ചയുണ്ടെന്ന് വരുത്തി തീർത്ത് സമസ്തയുടെ വോട്ട് CPIMന്റെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് KPA മജീദ് പറഞ്ഞു വെക്കുന്നു. എന്നാൽ CPIMന്റെ കഴിഞ്ഞ കാലങ്ങൾ അത്രയുമുള്ള അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം മറച്ചുവെക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകളെന്ന് അദ്ദേഹം പറയുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ LDF വിജയിച്ചു വരുവാൻ വേണ്ടി നടത്തിയ എല്ലാ പരീക്ഷണവും പരാജയപ്പെടും. അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. അവിടെ ലീഗ് വിജയിക്കും. UDF മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുകയും ചെയ്യും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്യും എന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു KPA മജീദിന്റെ പ്രസ്താവനകൾ. എന്തായാലും KPA മജീദ് കാര്യമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പൊന്നാനിയിൽ അടിയൊഴുക്കുണ്ടാകില്ല എന്ന് പറഞ്ഞുറപ്പിച്ചു വെക്കുന്നു അദ്ദേഹം. എന്നാൽ അങ്ങനെയാണോ പൊന്നാനിയുടെ അവസ്ഥ? പൊന്നാനിയിൽ
കെ എസ് ഹംസയ്ക്ക് വിജയസാധ്യതയുണ്ടോ? പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ ലീഗിന്റെ പച്ചപ്പതാക താഴ്ത്തിക്കെട്ടി ചെങ്കൊടി പാറിപ്പറക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.